കൂടി ആവർത്തിച്ചു പറയട്ടെ. വേണ്ടിയുള്ള ഉസ്താദായിട്ടാണെന്നുള്ള കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ. ഉസ്താദ് സുന്നികളുടെ മാത്രമാണോ? ഇവിടെ കൂടിയിരിക്കുന്ന സുന്നി സമൂഹത്തോടും ചോദിക്കുന്നു, ഉസ്താദ് സുന്നികളുടെ മാത്രമാണോ? അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവരോട് വിയോജിക്കും. ഉസ്താദ് മുസ്ലിങ്ങളുടേത് മാത്രമാണോ? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ ഉസ്താദ് ഇസ്ലാം മതവിശ്വാസികളുടെ മാത്രമാണെന്ന് പറഞ്ഞാൽ ഇരട്ടി വിയോജിക്കും. അത് മാത്രമാണോ? ഒരു കാര്യം, ഈ ഉസ്താദ് എല്ലാവരുടെയും ആളാണ്, എല്ലാവർക്കും വേണ്ടിയുള്ളയാളാണ്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള ആളാണ്. 1000 ഉദാഹരണങ്ങൾ എണ്ണി പറയാൻ ഇവിടെ സമയമില്ലാത്തത് കൊണ്ട് പറയുന്നു, ഉസ്താദ് എല്ലാവരുടെയും ഉസ്താദാണ് എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ. ഒറ്റ കാര്യം മാത്രം, ഒരു മലയാളി പെൺകുട്ടി യമനിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കി. വധശിക്ഷ കാത്തു കിടക്കുമ്പോ അവളെ രക്ഷിക്കാൻ അവിടെ ഈ കൊച്ചു കേരളത്തിൽ നിന്നും ഇടപെട്ടത് ആരാ? ഇവിടെ ഇരുന്ന് ഇവിടെ അല്പം നിമിഷം മുമ്പ് നമ്മളോട് സംസാരിച്ച, അതിന് അല്പം കഴിഞ്ഞാൽ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്ന സാക്ഷാൽ AP ഉസ്താദാണ്. യമനിൽ ജീവൻ തൂക്കിലേറ്റാൻ വേണ്ടി പോകുന്ന, വധശിക്ഷയ്ക്ക് പോകാൻ വേണ്ടി പോകുന്ന ഒരു മലയാളി പെൺകുട്ടിയുടെ ജീവൻ നിലനിർത്താൻ ഇടപെട്ടത്. ആ പെൺകുട്ടി സുന്നിയാണോ? ആ പെൺകുട്ടി ഇസ്ലാം മത വിശ്വാസിയാണോ? ആ പെൺകുട്ടിയെ ഉസ്താദ് കണ്ടത് മനുഷ്യനായിട്ടാ. അതുകൊണ്ട് തന്നെയാണ് AP ഉസ്താദിനെ ഏതെങ്കിലും ഒരാളുടെ മാത്രം ഉസ്താദല്ല, എല്ലാ മനുഷ്യരുടെയും ഉസ്താദായി, എല്ലാ ദൈവവിശ്വാസികളുടെയും ഉസ്താദായി, കാരുണ്യം ആഗ്രഹിക്കുന്ന, കരുണ ആഗ്രഹിക്കുന്ന, ദീനാനുകമ്പയിൽപ്പെട്ട എല്ലാവരുടെയും ഉസ്താദായിട്ടാണ് ഈ നാട് കാണുന്നത് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയാൻ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്ന് നമുക്ക്